നെറ്റ്വർക്ക് കവറേജ് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്, പക്ഷേ നെറ്റിന് തീരെ സ്പീഡ് കിട്ടുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പറക്കുന്ന സ്പീഡ് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പീഡോട് കൂടി നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സെറ്റിംഗ്സിൽ ഇതിനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണക്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആക്സസ് പോയിന്റ് നെയിംസ് എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സിം 1 സിം 2 എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിലേതിലാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആക്സസ് പോയിന്റ് നെയിംസ് നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ സെർച്ച് ബാറിൽ ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആക്സസ് പോയിന്റ് നെയിംസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് കാണാം. അവിടെ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ കണ്ട അതേ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതിൽ ഞാനിപ്പോൾ സിം 1ലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്, എയർടെലാണ് അതിൽ ഉപയോഗിക്കുന്നത്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നെയിം എന്ന ഭാഗവും APN എന്ന ഭാഗവും കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നെയിം എന്ന ഭാഗത്ത് എയർടെൽ ഇൻ്റർനെറ്റ് ആണ്, എയും ഐയും ക്യാപിറ്റൽ ലെറ്ററാണ്, ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററാണ്. അതന്നെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. തൊട്ട് താഴെ APN എന്ന ഭാഗത്ത് airtelgprs.com എന്നാണ്, അത് മൊത്തം സ്മോൾ ലെറ്ററിലാണ്. അത് രണ്ടും നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ഐക്കണോ അല്ലെങ്കിൽ ആഡ് എന്ന ഭാഗമോ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പുതിയൊരു APN നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നെയിം എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്തത് എയർടെൽ ഇൻ്റർനെറ്റ് എന്നാണ്. A ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററുമാണ്. ഓക്കെ, എയർടെൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ I ക്യാപിറ്റൽ ലെറ്ററാണ്. ഓക്കെ, എയർടെൽ ഇൻ്റർനെറ്റ്. ഓക്കെ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. പിന്നെ APN എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചത് airtelgprs.com എന്നാണ്. അത് മൊത്തം സ്മോൾ ലെറ്ററിൽ ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഞാനിവിടെ airtelgprs.com എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തു. ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് താഴേക്ക് വരാം. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ യൂസർ നെയിം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ www.google.com എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെർവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ടൈപ്പ് ചെയ്ത അതേപോലെ തന്നെ www.google.com എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് താഴേക്ക് വരാം. ഇവിടെ അതെൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ PAP എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. APN ടൈപ്പ് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. APN പ്രോട്ടോകോൾ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ IPv4/IPv6 എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം APN റോമിംഗ് പ്രോട്ടോകോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതും IPv4/IPv6 എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ ബെയറർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ LTE ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള ആ ഒരു ഭാഗം ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. LTE മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് എന്ന ഭാഗമുണ്ട്, അവിടെ സേവ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 എയർടെൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഉണ്ട്. ആദ്യത്തേത് നമുക്ക് കമ്പനി നൽകുന്ന ആ ഒരു സെറ്റിങ്സ് ആണ്. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്ത സെറ്റിങ്സ് ആണ്. രണ്ടാമത്തേത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും വളരെയധികം വർദ്ധിച്ചതായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.